ഇന്ന് ഇവന്മാരുടെ വീഡിയോ ആണ്, ആരും മിസ് ചെയ്യരുത്. ഇതിന്റെ ക്വാളിറ്റി അങ്ങോട്ട് നോക്കിയാൽ. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു വെറൈറ്റി വീഡിയോ ആണ്. ആദ്യം നിങ്ങൾ നമ്മുടെ ഫിഷിനെ ഒന്ന് നോക്കി. ഫസ്റ്റ് വെറൈറ്റി സ്നേക് സ്കിൻ ബ്ലൂ ടൈൽ, റൗണ്ട് ടൈലായിട്ട് വരുന്നത്, നല്ല ഡംബോയർ ആയിട്ട് വരുന്ന സ്നേക് സ്കിൻ ബ്ലൂ ടൈൽ കേട്ടോ. അടുത്ത വെറൈറ്റി നമ്മുടെ മെഡൂസ റൗണ്ട് ടൈൽ, നല്ല യെല്ലോ ആണ്, നല്ല റൗണ്ട് ടൈലായിട്ട് വരുന്ന മെഡൂസ യെല്ലോ. ഇതെല്ലാം ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയുള്ളൊരു വെറൈറ്റി ആണ്. പിന്നെ നമ്മുടെ HP ബ്ലൂവിൻ്റെ ഓവർ ടൈൽ, ഹൈ ഡോർസലാണ്. പിന്നെ ഫീമെയിലിന് നല്ല ഡെൽറ്റ ടൈൽ വരുന്ന HP ബ്ലൂ. ഇതൊക്കെ എല്ലാം ഞാൻ പറയുന്നത് എന്തിനാണെന്ന് ഞാൻ അവസാനം കാണിച്ചു തരാം. ഇത് നമ്മുടെ പുതിയ വെറൈറ്റി തന്നെയാണ്, നമ്മുടെ ഗ്ലാസ് ബെല്ലി, സിൽവർ റാഡോ കോയിയുടെ ഗ്ലാസ് ബെല്ലി. അതേപോലെ ഇത് ബോണ്ട് ഗോൾഡ് വൈറ്റ് എന്ന് പറഞ്ഞ വെറൈറ്റി. അതേപോലെ തന്നെ ഇവിടെ നമ്മുടെ വൈറ്റിലെ പ്ലാറ്റിനം വൈറ്റിൻ്റെ വെറൈറ്റി. ഇപ്പോൾ കാണിക്കുന്നതെല്ലാം നമ്മുടെ ഫാമിലി സെയിലിനായിട്ടുള്ള വെറൈറ്റീസ് തന്നെയാണ് കേട്ടോ. അതും പഴയതും പുതിയതുമായിട്ടുള്ള വെറൈറ്റീസാണ്. ഇത് ലാവാ റെഡ്. അപ്പോൾ ഇത് എല്ലാം നമ്മുടെ കയ്യിൽ സ്റ്റോക്കുള്ള വെറൈറ്റീസാണ്. കാണാൻ നല്ല ഭംഗിയുള്ള ഫിഷുകൾ തന്നെയാണ്. ഇത് പുതിയൊരു വെറൈറ്റിയാണ്, സിംഗ ബ്ലൂ മുസൈക്ക് എന്ന് പറയുന്നത്. മുസൈക്ക് പാറ്റേണും പിന്നെ ബ്ലൂ ബോഡി ആയിട്ട് വരുന്നത്. ഇത് നമ്മുടെ സിൽവർ റാഡോ HP റെഡ് ടൈൽ. ഇതിൻ്റെ കുറച്ച് വെറൈറ്റീസ് ഇവിടെ കിടക്കുന്നുണ്ട്, ഇനിയും ഉണ്ട് കേട്ടോ, കാണിച്ചു തരാം. ഇത് നമ്മുടെ AFRൻ്റെ ഫ്ലവർ ഡോർസൽ, ഫീമെയിലിനും മെയിലിനും നല്ല ഡോർസൽ വരുന്ന ഫ്ലവർ ഡോർസൽ, റെഡ് ബ്ലാക്ക്. ഇതാണ് ഞാൻ പറഞ്ഞ സിൽവർ റാഡോൻ്റെ അടുത്തൊരു ബാച്ച്. ഇതിവിടെ ബ്ലാക്ക് ഡംബോ. ഇതും ഒരു പുതിയ വെറൈറ്റീസൊക്കെ തന്നെയാണ്. പിന്നെ അടുത്ത വെറൈറ്റി നമ്മുടെ തോപ്പസ് ബ്ലൂ, നല്ല ബ്ലൂ ആയിട്ടുള്ളതും. പിന്നെ ഇത് നമ്മുടെ ക്യാൻഡി വെറൈറ്റി. അതുകൂടാതെ നമ്മളൊരു പഴയ വെറൈറ്റി ആയ മെറ്റൽ ബ്ലാക്ക്. ഇതൊക്കെ നല്ല കാണാൻ ഭംഗിയുള്ള വെറൈറ്റി നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചേക്കണേണ്ട. അതേ വീണ്ടും ലാവാറഡൊക്കെ നമുക്ക് ഇഷ്ടം കൊണ്ട് 2-3 ടാങ്കിലൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ ടെക്സിഡോ റെഡ് ടൈൽ, ഇതും ഗ്ലാസ് ബെല്ലി വെറൈറ്റി ആണ് കേട്ടോ. ഇതുകൊണ്ട് ഇനിയും ഉണ്ട് കുറച്ച് വെറൈറ്റീസ് ഫ്രിഡ്ജ് ബോക്സിലുണ്ട്, ഡബ്ബയിലുണ്ട്. അതിനൊക്കെ എല്ലാം കാണിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യോട്ടെ. എല്ലാവരും ആവശ്യപ്പെടുന്നുണ്ട്, എല്ലാവരെയും കാണിക്കണമെന്ന്. ഫ്രണ്ട്സ്, നിങ്ങൾ ഇപ്പോൾ കണ്ടില്ലേ, പുതിയതും പഴയതുമായ കുറേ വെറൈറ്റിനെ കണ്ട്. പക്ഷെ നമ്മൾ ഇതൊന്നും അല്ലട്ടെ ഇന്നത്തെ വീഡിയോ. നമ്മുടെ എവർഗ്രീൻ ഗപ്പി, അതായത് പണ്ടും ഇപ്പോഴും ഏറ്റവും മാർക്കറ്റിൽ ഏറ്റവും ഡിമാൻഡുള്ളതും കാണാൻ ഏറ്റവും എല്ലാവരും കൊതിക്കുന്നതുമായ, കണ്ടാൽ ഇങ്ങനെ നോക്കി നിൽക്കുന്നതുമായ 2 വെറൈറ്റിയാണ് ഞാൻ കാണിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും 2 വെറൈറ്റി ഏതാണെന്ന്. അത് ഡംബോയറും ഉള്ളതും അതേപോലെ നല്ല റെഡ് ടൈലും പാറ്റേണും എല്ലാം കൂടിയുള്ള ഒരു ഫിഷാണ്. നിങ്ങൾ തമിഴിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും നമ്മുടെ എവർഗ്രീൻ ഗപ്പീസായ ചില്ലി മൂസയ്ക്കും പ്ലാറ്റിനം റെഡിനെയും വേണ്ട. പ്ലാറ്റിനം റെഡിൻ്റെ പുതിയ ലൈനാണ് ഞാനിപ്പോൾ എടുക്കുന്ന 7ാമത്തെ ലൈനേജിൽ വരുന്ന ഒരു വെറൈറ്റിയാണ്. റൗണ്ട് ടൈൽ, നല്ല ബോഡി തിക്നെസ് എല്ലാം വരുന്ന ഗപ്പി. പിന്നെ ചില്ലി മൂസയ്ക്ക് നമ്മൾ കുറേ വെറൈറ്റി എടുത്ത് ലാസ്റ്റ് നമ്മൾ ഒരു പഴയ ലൈനിലേക്ക് പോയിട്ടുണ്ട്. അതിനെയും കാണിച്ചിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും കണ്ടാൽ ഇഷ്ടപ്പെടും. ആ വീഡിയോ നിങ്ങൾ കാണാൻ മറക്കണ്ട, ഫുള്ളായിട്ട് കണ്ടുപോഞ്ഞോ. ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്ന ചില്ലി മൂസയ്ക്കിൻ്റെ ബ്രൂഡിനെ കാണിച്ചിട്ടാ. ബ്രൂഡ് മെയിലിനെയാണ് ഇപ്പോൾ എടുക്കുന്നത്. നിങ്ങൾ നോക്കിയേ, നല്ല ക്വാളിറ്റിയുള്ള, നല്ല പ്ലാറ്റിനം കയറും, നല്ല ഡംബോയർ കൂടിയിട്ട് അതിൻ്റെ തുമ്പൊക്കെ കാരണ്ടൊക്കെ കടിച്ച് പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഫീമെയിൽ ബ്രീഡിങ് ഇട്ടങ്ങനെയാണ്. അപ്പോൾ ഇവനാണ് മെയില് നമ്മുടെ ഇപ്പോൾ ഇട്ടേക്കണതിൽ. നമ്മൾ ഒരു ബാച്ച് ചെയ്യുന്നുള്ളൂ, ഒരു ട്രയോ ആയിട്ടാണ് ഇവർ ചെയ്യുന്നത്. 2 ഫീമെയിലും 1 മെയിലും. ഇത് എന്ന് പറയുന്നത് പഴയ ഒരു ലൈനാണ്, നല്ല പ്ലാറ്റിനം ബോഡി കയറുന്ന ഒരു ലൈനാണ് കേട്ടോ. ഇതിനിടയ്ക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും വീഡിയോസിലൊക്കെ പുതിയ 2-3 ലൈൻ നമ്മൾ മാറ്റി ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ ഒന്ന് തൃപ്തി കിട്ടാഞ്ഞിട്ട് തന്നെയാണ് പിന്നെയും പഴയതിലേക്ക് പോയത്. നല്ല ഡംബോയറും പ്ലാറ്റിനം ബോഡിയിൽ കയറുന്നത്, അത്യാവശ്യം ടൈൽ ക്വാളിറ്റിയും ഒക്കെ ഉള്ള ഒരു ഫിഷ് തന്നെയാണ് പഴയ ലൈൻ. അതുകൊണ്ടാണ് വീണ്ടും അത് തന്നെ എടുത്തത്. അപ്പോൾ ഈ കാണുന്നത് അതിൻ്റെ സെയിലിനുള്ള ബാച്ചാണ്. കുറച്ച് വെറൈറ്റി നമുക്ക് സെയിലിനായിട്ടുണ്ട്. ഈ പ്ലാറ്റിനം റെഡിൻ്റെ ഈ ഒരു ലൈനില്ലേ, പഴയ ലൈൻ, പലരും തിരക്കിടങ്ങേണ്ട. ഞാനും കുറേ നാൾ തിരക്കിടന്നിട്ടാണ് ഈ ലൈനൊന്ന് കിട്ടിയത്. എങ്കിൽ ഇതേ നമ്മുടെ കയ്യിൽ കുറച്ച് സെറ്റായിട്ടുണ്ട്. പലരും തിരക്കിടക്കുന്നുണ്ട്, പഴയ ബ്രീഡേഴ്സ് തുടങ്ങി പുതിയ ബ്രീഡേഴ്സ് വരെ തിരക്കിടക്കുന്നുണ്ട്. നമ്മുടെ കയ്യിൽ കുറച്ച് വെറൈറ്റി സെയിലിനായിട്ടുണ്ട്. ഇതിൻ്റെ റേറ്റും ഞാൻ പറയുന്നുണ്ട്, ഓപ്പണായിട്ട് തന്നെ പറയണത്. പഴയതായതുകൊണ്ടും പിന്നെ നമ്മൾക്ക് ഇതിന് ഇഷ്ടമുള്ളത് കൊണ്ടും ഒക്കെയാണ് നമ്മൾ ഇത് കീപ്പ് ചെയ്യുന്നത്. റേറ്റ് നമ്മൾ പെയർ 150 രൂപക്കാണ് നമുക്ക് സെയിൽ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഞാൻ കയ്യിലെടുത്ത് കാണിച്ചു തരാം. നമുക്ക് സെയിലിനായിട്ടുള്ള സൈസാണ് ഈ കിടക്കുന്നത്. അവനൊന്ന് കയ്യിൽ പിടിച്ച് കാണിച്ചു തരാം. കുറച്ച് പാടാണ്ട്, ഞാൻ മൊബൈലിൽ നിങ്ങൾ പിടിക്കണം. വൈഫിനെ വിളിച്ചിട്ട് കുറച്ചെണ്ണത്തിന് ഞാൻ കയ്യിലിട്ട് കാണിച്ചു തരാം. മൊബൈലും പിടിച്ചുകൊണ്ട് നിങ്ങളെ പിടിക്കുകയെന്ന് വെച്ചാൽ ഭയങ്കര റിസ്ക്കാണ്. മൊബൈൽ വെള്ളത്തിൽ പോയാൽ പണിയാണ്ട്. അതുകൊണ്ട് നമ്മൾ വൈഫിനെ വിളിച്ചിട്ടുണ്ട്, വൈഫ് വന്നിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം പീസിനെ നമുക്ക് കയ്യിലെടുക്കാം. കയ്യിലെടുക്കുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി മനസ്സിലാവും. നമുക്ക് സെയിലിനുണ്ടെന്ന് പറഞ്ഞാൽ ഈ സെയിം വെറൈറ്റി തന്നെ ഉണ്ടാവും. ഈ സെയിം സൈസാണ്, ഈ സെയിം പെയറാണ് നമുക്ക് സെയിലിനായിട്ടുള്ളത്. കുറച്ച് ബാച്ചുകൾ ഇനിയുള്ളത് അതിൻ്റെ ചെറിയ ബാച്ച്, അതിൻ്റെ അടുത്ത ബാച്ച് ഉണ്ട്. അത് ഇതേപോലെ സൈസായി വരുന്നുണ്ട്. ഇതിപ്പോൾ കറക്റ്റ് ബ്രീഡിങ് സൈസാണ്. ഫീമെയിലൊക്കെ നല്ല എഗ്ഗായിട്ട് നിൽക്കുന്ന ഒരു സൈസാണ് കേട്ടോ ഇത്. അപ്പോൾ വേഗം കോൺടാക്ട് ചെയ്ത് നോക്കാം. താഴെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്.
ഇവരെ വേണ്ടവർ കോൺടാക്ട് ചെയ്യാം. പിന്നെ ഇവരെ ഞാൻ ഒരു ഗ്ലാസ് ടാങ്കിൽ കൂടി ഇട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് ഒന്നും കൂടി മനസ്സിലാവും. ഫീമെയിലിനെ കൂടി കാണിച്ചു തരാം. ഇതാണ് ഫീമെയിൽ. ഇതേ നോക്കിയാൽ നിങ്ങൾക്കിപ്പോൾ ഫീമെയിലിൻ്റെ ആ ബൾജിങ് ഒക്കെ മനസ്സിലായിട്ടുണ്ടാവും. എഗ് ലോഡായിട്ടുണ്ട്. അപ്പോൾ ഇവരെടുക്കുന്നവർക്ക് പെട്ടെന്ന് തന്നെ കുട്ടികളൊക്കെ ആകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കോൺടാക്ട് ചെയ്തോട്ടെ. കുറച്ച് പൈസ ഈ ഒരു സൈസിൽ ഉണ്ടാവുള്ളൂ. ഗ്ലാസ് ടാങ്കിൽ ഇടുമ്പോഴും കിടിലം ലുക്കുള്ള ഒരു വെറൈറ്റി ഗപ്പി ഇത് തന്നെയാണ് കേട്ടോ. നമുക്ക് ടാങ്കിലിട്ട് വളർത്താം, അതേപോലെ ഫ്രിഡ്ജ് ബോക്സിലിട്ട് വളർത്താം, ഡബ്ബയിലിട്ട് വളർത്താം, അതേപോലെ തന്നെ ഗ്ലാസ് അക്വറിയത്തിലിട്ട് വളർത്താം. ഇത് സാധാരണ ഷോപ്പിലോട്ടൊക്കെ ഈ സാധനം ഉണ്ടാകുന്നത് വെച്ചാൽ പണ്ട് തുടങ്ങി വിളിക്കുള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോപ്പിൽ നമുക്ക് കാണാൻ ഭംഗിയുള്ള ടൈലും ഇയറും ഇതൊക്കെയുള്ള അക്വറിയത്തിൽ നോക്കുമ്പോൾ കാണാൻ ഭംഗിയുള്ള ഫിഷസാണ് എല്ലാവരും നോക്കുന്നത്. അതായത് ഷോപ്പിലൊക്കെ സെയിൽ ചെയ്യാൻ വേണ്ടി നോക്കുന്നത് അക്വറിയത്തിലിടുമ്പോൾ നല്ല ഭംഗിയുള്ളതായിരിക്കണം. അപ്പോൾ ഈ സാധനം അക്വറിയത്തിലിടുമ്പോൾ നല്ല ഭംഗിയുള്ളതുകൊണ്ട് നല്ല എൻക്വയറി ഉള്ളതാണ്. ഷോപ്പുകാർക്കൊക്കെ ചോദിക്കും. അത് കൂടാതെ തന്നെ നമ്മളായ ബ്രീഡേഴ്സും പിന്നെ പുതിയതായിട്ട് വരുന്നവരും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റി. പിന്നെ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും, ചില വെറൈറ്റിക്ക് നല്ല ഹാഫ് മൂൺ ടൈലായിട്ടാണ് വരുന്നത്. നല്ല ഭംഗിയുണ്ട്. അത് അക്വറിയത്തിൽ വരുമ്പോഴത്തേക്ക് നല്ല ഹാഫ് മൂൺ ടൈൽ. അടുത്തതാണ് പോലെ നിങ്ങൾ കാണാൻ പോകുന്ന കഥയിലെ ക്യാമൻ എന്നൊക്കെ പറയില്ലേ, അതാണ് ഈ സാധനം. ഇത് പ്ലാറ്റിനം റെഡിൻ്റെ പുതിയ ലൈൻ. നല്ല ബോഡി തിക്നെസ്സും റൗണ്ട് ഹാഫ് മൂൺ ടൈലും അതേപോലെ നല്ല ഡെംബോയറും വരുന്ന വെറൈറ്റി. ഈ വെറൈറ്റിനോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെ നമ്മൾ 2 ഡബ്ബയിൽ ചെയ്യുന്നുണ്ട്. 2 ബാച്ചിന് നമ്മൾ ബ്രീഡിങ്ങിന് ഇറക്കിയിട്ടുണ്ട്. ഇതേ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നപ്പോഴാണ് ഈ ബാച്ചിൽ ഒരെണ്ണം ബ്രീഡായി കിടക്കുന്നത് കണ്ടേട്ടാ. അതേ ഇവിടെ ഇരിക്കേണ്ട അതിൻ്റെ മെയിൽ ഇവനെ ഞാൻ അടുത്ത് കാണിച്ചു തരാം. കുഞ്ഞുങ്ങൾ ബ്രീഡായിട്ടുണ്ട്. ഫീമെയിൽ ചിലപ്പോൾ കുഞ്ഞുങ്ങളെ കഴിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൊന്ന് കട്ടാക്കുന്നുണ്ട്. ഇതേ മെയിലിനെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. 2 മെയിലുണ്ട് താഴത്തും. എന്തേ കണ്ടില്ലേ, നമ്മളിപ്പോൾ ഫുഡ് കൊടുത്തിട്ട് പോയണ്ട അപ്പോൾ കൊണ്ടില്ല ഈ കുഞ്ഞുങ്ങളെ. അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ വയറ് ഫില്ലായിരിക്കും. കുഞ്ഞുങ്ങളെ പെട്ടെന്ന് കടിക്കാൻ ചാൻസ് ഇല്ല. ചിലപ്പോൾ കഴിച്ചിട്ടുണ്ടാകാം. എന്തായാലും വീഡിയോ എടുക്കണമല്ല, അതുകൊണ്ട് കാണിക്കുകയാണ്. നീ മെയിലിനെ നിങ്ങൾ നോക്കിയാൽ വിരിഞ്ഞ് നിൽക്കണ കണ്ട നല്ല ക്വാളിറ്റിയാണിത്. ഇവിടെ കുഞ്ഞുങ്ങൾ കണ്ടിട്ട് ഒന്നും ചെയ്യുന്നില്ല, കുഴപ്പമില്ലെന്ന് തോന്നണം. അകത്തും കുറച്ച് കുട്ടികളെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ ബ്രീഡിങ് പെയർ നമ്മുടെ സെയിലിട്ടുണ്ട്. അതിനെ കാണിച്ചു തരാം. ഞാൻ പറഞ്ഞില്ലേ, ഒരു ഫീമെയിൽ കുഞ്ഞ് അവരുടെ ഫ്രണ്ടിൽ ചെന്നിട്ടും അറ്റാക്ക് ചെയ്യുന്നില്ല കേട്ടോ. ഇവർ മാറി നിൽക്കുന്നുണ്ട്. വയറ് ഫുള്ളാണ്. നല്ല വയറ് ഫുള്ളായിട്ട് നമ്മൾ ഫുഡ് കൊടുക്കുകയാണെങ്കിൽ അധികം കുഞ്ഞുങ്ങളെ കഴിക്കുകയല്ല കേട്ടോ. ഇവർ ഒന്ന് കയ്യിൽ പിടിച്ച് കാണിച്ചില്ല ഈ മെയിലിനെ. ഇതുവരെ വന്നിട്ട് അവനൊന്നെടുത്ത് കയ്യിൽ താലോലിക്കാതെ പോകുന്നത് ശരിയല്ലല്ലോ. ഇതേ നോക്കിയാൽ ഡെംബോ കണ്ട, ഡെംബോ ഇയർ. ഇതിൻ്റെ ഇയറും ആ ബോഡി തിക്നെസ്സും ഉണ്ടാക്കിയിട്ടില്ല. നല്ല വെറൈറ്റിയാണ്. ഒരുത്തന്നെ ഇവിടെ കിടക്കുന്നുണ്ട്. ഇനി ഇവരുടെ സെയിലിനായിട്ടുള്ള സൈസ് ഞാൻ കാണിച്ചു തരാം. ഇവനെ ഒന്ന് കയ്യിലെടുക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് പോവാട്ടാ. അതെ, ഇതാണ് ആ വെറൈറ്റി. അവിടെ 2 ഫീമെയിലുണ്ട്. ഇവനെ ഇറക്കി വിട്ടേക്കുന്നത് നല്ല ക്വാളിറ്റി. അതെ ഓക്കെ, കറങ്ങടൊക്കെ ഇങ്ങനെ ആനയുടെ ചെവി ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കില്ലേ, അതേപോലെ തന്നെ ഇങ്ങനെ നിൽക്കണത്. നോക്കിയ അതേ ഞാൻ വലിച്ചു നിട്ടില്ല. കുറേ പറയണമെന്ന് തോന്നും, പക്ഷേ ഒന്നും പറയാൻ കിട്ടണില്ല. അതായത് നിങ്ങൾ നോക്കിയാൽ മതി. നിങ്ങൾ നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ആയിട്ട് ഇടണം കേട്ടോ. ഇവനെക്കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ കമൻ്റ് ആയിട്ട് ഇടുക തന്നെ വേണം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇവനെയും ചില്ലി മുസേക്കിനെയും ഫ്രീ ആയിട്ട് സ്വന്തമാക്കുള്ള ഒരു അവസരം ഉണ്ട് കേട്ടോ. അത് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഈ പോസ്റ്റ് വന്നതിൻ്റെയുള്ള അടുത്ത് തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ നമ്മുടെ റെഡ് ഇയർ കോയുടെ ഒരു നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് സ്വന്തമാക്കാനുള്ള ഒരു ഓഫറും അവിടെ ഉണ്ട്. നമ്മൾ ഈ യൂട്യൂബിലൂടെ പറയുന്നില്ലെന്നേ ഉള്ളൂ. ഇൻസ്റ്റാഗ്രാമിൽ ഓപ്പൺ ആയിട്ട് പറയുന്നുണ്ട്. നേരെ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലേക്ക് വന്നോ. ഇവൻ അക്കൗണ്ടിലേക്ക് തന്നെയാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജിൻ്റെ പേരും. ഇവനെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് സ്വന്തമാക്കാം. അതേപോലെ കിടലിന് ഓഫർ ഫ്രീ ആയിട്ട് സ്വന്തമാക്കാനുള്ള ഗപ്പിയുടെ ഓഫറൊക്കെ വരുന്നുണ്ട്. അതിനായിട്ട് ഇൻസ്റ്റാഗ്രാമും നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെ ഫോളോ ചെയ്ത് വെച്ചോ. ഇതാണ് നമുക്ക് സെയിലിനുള്ള സൈസ് കേട്ടോ. കറക്റ്റ് ബ്രീഡിങ് സൈസാണ്. നിങ്ങൾക്ക് ഫീമെയിലിനെയൊക്കെ നോക്കിയാൽ മനസ്സിലാവും. കറക്റ്റ് ബ്രീഡിങ് സൈസ് ആയിട്ടുള്ള പേരാണ് നമുക്കിപ്പോൾ കൊടുക്കാനുള്ളത്. വേഗം കോൺടാക്ട് ചെയ്തോ. ഇവരും കുറച്ച് പീസ് നമുക്ക് സെയിലായിട്ടുള്ളത്. അത് ഈ സൈസ് കേട്ടോ. അത് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഡെംബോ ഇയർ നോക്കിയാൽ മനസ്സിലാവും. കുറച്ചും കൂടി, അതായത് 1 മാസം കൂടി കഴിഞ്ഞാൽ നിങ്ങളുടെ ഇയർ പിടിച്ചാൽ കിട്ടത്തില്ല. നിങ്ങൾ ആ ബ്രൂഡിനെ കണ്ടില്ലേ, നല്ല ഡെംബോ ഇയർ ആയിട്ട് വരുന്ന മെയിൽ തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ബോഡി തിക്നെസ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. നല്ല ബോഡി തിക്നെസ് ഉള്ള ഒരു ഫിഷ് തന്നെയാണ്. പിന്നെ ഹാഫ് മൂൺ ടൈലായിട്ടാണ് ഇതിങ്ങളെ ടൈല് വരുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ മെയിലിനും ഫീമെയിലിനും ഈ സൈസിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ഹാഫ് മൂണായിട്ട് തന്നെ ഫീമെയിലിനും മെയിലിനും വരും കേട്ടോ. അത് ഗ്യാരണ്ടിയാണ്. ഇവരെയൊക്കെ ഒന്ന് ആൽഗ വെള്ളത്തിൽ കുറച്ച് ആൽഗ കിട്ടുന്ന വെള്ളത്തിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്ലാറ്റിനം നല്ല എഫക്റ്റായിട്ട് പ്ലാറ്റിനം കയറി വരും. പിന്നെ അതേ ഇവിടെ ടോപ്പിൽ നിന്നുള്ള വ്യൂ ഇതാണ് കേട്ടോ. സെയിലിനായിട്ടുള്ള അതിൻ്റെ ടോപ്പിൽ നിന്നുള്ള വ്യൂ പ്ലാറ്റിനം കണ്ടില്ലേ, കയറിയിരിക്കണ ഒരു ലൈൻ തന്നെയാണ്. ഇനിയും കയറും പ്ലാറ്റിനം. പിന്നെ ഒരു ആൽഗ വാട്ടർ ആണെങ്കിൽ നല്ല കിടലിനായിട്ട് പ്ലാറ്റിനം കയറിയിരിക്കും. നല്ല ഫില്ലായിട്ട് നിൽക്കും.
പിന്നെ ചില ഫിഷിന് ടൈലിൽ ഇങ്ങനെ ഒരു ബ്ലാക്ക് ഡോട്ട് പോലെയൊക്കെ വരാറുണ്ട് കേട്ടോ. അത് ഭംഗിയാണ് കാണാൻ, ശരിക്കും അതിന് ഭംഗിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മൾ ഇവിടെ സെറ്റ് ചെയ്ത ടാങ്ക് ഒന്ന് കാണിച്ചിട്ടാ. അത് ഇത്രയും പേരാണ് നമുക്ക് ഇപ്പോൾ കൊടുക്കാനുള്ളത്. പിന്നുള്ളതിൻ്റെ അടുത്ത ബാച്ച് ഉണ്ട് കേട്ടോ. അതും ഈ സൈസായി വരുന്ന ഒരു ബാച്ചും കൂടി കൊടുക്കാനുണ്ട്. നമ്മൾ കറക്റ്റ് ഇലയൊക്കെ ഇട്ടിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അത് നിങ്ങൾക്ക് അറിയാൻ പറ്റും, പലർക്കും തുടക്കക്കാർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇങ്ങനെ ഇലയും ആൽഗ വാട്ടറൊക്കെ ആണെങ്കിൽ ഈ ഇയർ ക്വാളിറ്റി പെട്ടെന്ന് തെളിഞ്ഞു വരും. ഇയറൊക്കെ നല്ല കളറായിട്ട് പെട്ടെന്ന് കിട്ടും. അതുകൊണ്ടാണ് ഈ ഇലയൊക്കെ ഇടുന്നത് കേട്ടോ. അപ്പോൾ ഡാർക്ക് പാത്രത്തിലേക്ക് കീപ്പ് ചെയ്യുമ്പോൾ ഇവരുടെ ഈ ക്വാളിറ്റി നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മൾ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടും നല്ല തെളിഞ്ഞ വെള്ളമൊക്കെ ആണെങ്കിൽ ഇത്രയൊക്കെ കിട്ടാറില്ല. അതുകൊണ്ടാണ് തുടക്കക്കാർക്ക് വേണ്ടി പറഞ്ഞിട്ടുണ്ടാവും. പഴയ ബ്രീഡേഴ്സിന് എല്ലാവർക്കും അറിയാൻ പറ്റും. ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഇവരുടെ ക്വാളിറ്റി. ഈ സൈസാണ് നമുക്ക് സെയിലിനായിട്ടുള്ളത്. നല്ല ആക്റ്റീവാണ്, ഭയങ്കര ചാട്ടക്കാരാണ് എല്ലാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മുടെ വർക്കിംഗ് ഗപ്പീസിനെ 2 പേരെയും കാണിച്ചിട്ടുള്ള വീഡിയോസ് ആയിരുന്നു. അപ്പോൾ ഈ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് ഇടണം, മറക്കരുത്. അതാണ് നമുക്ക് കൂടുതൽ വീഡിയോസൊക്കെ ചെയ്യാനായിട്ട് ഇനിയും താല്പര്യം വരുന്നത്. പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ലൈക്ക് കുറവാണ്, ലൈക്ക് വേണം. അതാണ് നമുക്ക് പവറാകുള്ളൂ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് ഇടുക. സബ്സ്ക്രൈബ് അത് ആരെങ്കിലും കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ഫിഷിനോടൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ അവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ മറക്കണ്ട, നേരെ ഇൻസ്റ്റാഗ്രാമിലേക്ക് വന്നോ. അവിടെ കിടിലൻ ഓഫറൊക്കെ നടക്കുന്നുണ്ട്. ഫ്രീ ആയിട്ട് സ്വന്തമാക്കാനുള്ള ഓഫറുണ്ട്. നേരെ ഒരു അടുത്ത കിടിലൻ വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.